അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു രുചികരമായ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മളൊരു കുക്കർ എടുത്ത് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, ഒരു പച്ചമുളക്, 3 പീസ് വെളുത്തുള്ളി, കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഓയിൽ, 5 ടേബിൾ സ്പൂൺ വെള്ളം, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ വേവിക്കുക. നല്ലപോലെ നമ്മുടെ മിക്സ് വെന്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. ഒരു പിഞ്ച് വലിയ ജീരകം ചേർക്കുക. ജീരകം പൊട്ടി വരുമ്പോൾ കുക്കറിൽ വേവിച്ച മിശ്രിതം ചേർക്കുക. അതിലെ വെള്ളം ഒന്ന് വറ്റിയാൽ ഹാഫ് പീസ് തക്കാളി ചേർക്കാം. തക്കാളി നല്ലപോലെ ഒടിയുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. നമ്മുടെ തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. നമ്മുടെ മസാലയ്ക്ക് ഒന്ന് കുക്കായിട്ട് ഓയിൽ ഒന്ന് മുകളിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു ടൈം നമ്മൾ 2 പുഴുങ്ങിയ മുട്ട 4 കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർക്കുക. മുറിച്ച് ചേർത്താൽ മസാല നന്നായി പിടിക്കുകയും ചെയ്യും, ടേസ്റ്റും കൂടും. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അവസാനമായിട്ട് നിങ്ങൾക്ക് കറിവേപ്പിലയോ മല്ലിച്ചപ്പോ ഇവ ചേർക്കാവുന്നതാണ്. ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ രുചികരമായ മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്.